കർണാടക ബാങ്കിന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ഫുട്വെയർ വ്യാപാരി KC ബിനുവിന്റെ കുടുംബത്തിന് കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ 5 ലക്ഷം രൂപ നൽകി. KRFA സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ സഹായധനം കൈമാറി. ഏറ്റെടുത്തുകൊണ്ട് ബിനു എന്താണ് സ്വപ്നം കണ്ടത്? തന്റെ മക്കളെ എത്ര ഉന്നത നിലയിൽ പഠിപ്പിച്ച് വളർത്തിയെടുക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സംഘടന അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഘടനയുടെ വാക്കിന്റെ പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ ഓരോ വർഷവും നമ്മുടെ വ്യാപാരങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസം ചെല്ലുന്നത് കച്ചവടം കുറയുകയാണ്, കൂടുന്ന ഒരു വിഷയമില്ല. കാരണം ഓൺലൈനിൻ്റെ പല കാര്യങ്ങളുണ്ടാകും. എങ്കിൽ പോലും ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നത് നമ്മുടെയൊക്കെ പ്രസ്ഥാനം എത്ര നാൾ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു ആശങ്കയാണ് നമുക്കുള്ളത്. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള കച്ചവടത്തിൻ്റെ കുറവ് നമ്മൾ ബാധിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ഫുട്വെയർ വ്യാപാരി സമൂഹം ബിനുവിന്റെ പാത തിരഞ്ഞെടുക്കുമോ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് MN മുജീബ് റഹ്മാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷൽ തലശ്ശേരി, സംസ്ഥാന ട്രഷറർ ബിജു ഐശ്വര്യ, ഹുസൈൻ കുന്നുകര, നാസർ പാണ്ടിക്കാട്ട, റാഫി കുട്ടിക്കട, ബിനോയ് പത്തനംതിട്ട, ശ്രീകുമാർ ആർപ്പുകര, ഹമീദ് കൈതക്കുളം, ജലീൽ മൂസ, നിയാസ് എറണാകുളം, ഉണ്ണി പാദ്യകം, നിറം ഷെരീഫ്, ഉണ്ണി സംഗീത, ഷെഫീർ മൗലാന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.